ഓരോ രോഗലക്ഷണങ്ങളും ഒരു സൂചനയാണ്. ഒരു മാറ്റത്തിനു വേണ്ടിയുള്ള ശരീരത്തിന്റെ അഭ്യർത്ഥനയായി അതിനെ നമ്മൾ കാണണം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മിക്ക ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുടെയും ഒരു പ്രധാന കാരണം നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ്. ഇതിനെതിരായി നമ്മുടെ ശരീരം നിശബ്ദമായിട്ടാണെങ്കിൽ കൂടി നിരന്തരം ശബ്ദമുയർത്തുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. നമ്മുടെ ശരീരഭാഷ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മികച്ച തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു. നമ്മളിൽ പലരും ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ചിലപ്പോഴൊക്കെ ക്ലോക്ക് നോക്കി ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയമായി, എങ്കിൽ കഴിച്ചേക്കാം എന്ന് കരുതി ഫുഡ് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലർക്കത് ആഘോഷങ്ങളുടെ ഭാഗമാണ്. ചിലരൊക്കെ വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ഫുഡ് കഴിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായി വിഷമം കൂടുമ്പോഴും ഒരു ആശ്വാസം എന്ന രീതിയിൽ ഫുഡ് കഴിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: എനിക്കിപ്പോൾ ശരിക്കും വിശക്കുന്നുണ്ടോ? ഈ ഭക്ഷണം എനിക്കിപ്പോൾ ആവശ്യമുണ്ടോ? ഈ ഭക്ഷണം തന്നെയാണോ ഞാനിപ്പോൾ കഴിക്കേണ്ടത്? ഈ ചോദ്യങ്ങളൊക്കെയും നമ്മളോട് ചോദിക്കാൻ മറന്നു തുടങ്ങുമ്പോഴാണ് പലപ്പോഴും അമിതമായി ഫുഡ് കഴിക്കാൻ പ്രേരിതരാകുന്നത്. ഫുഡ് എത്ര ക്വാണ്ടിറ്റി കഴിക്കണം, എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മറക്കുന്നത്. മൃഗങ്ങൾ ആഹാരം കഴിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുകയും അവരുടെ വിശപ്പടങ്ങുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുകയും ചെയ്യും. എന്നാൽ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി നമ്മൾ മനുഷ്യർ പലപ്പോഴും നമ്മുടെ തലച്ചോറിനെ സംതൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. മൃഗങ്ങൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറി അളന്നു നോക്കാനോ പുതിയ ട്രെൻഡിങ് ഡയറ്റുകൾ നിർദ്ദേശിക്കുന്ന റീൽസുകളുടെ പിറകെ പോകുകയോ ചെയ്യുന്നില്ല. ചിലർക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും വളരെ കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും വിശക്കുവാൻ തുടങ്ങും. ഇതിന്റെ കാരണം എന്തെന്ന് നമുക്ക് കൃത്യമായി പറയുവാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ടാണ് തലേ ദിവസത്തെ ഉറക്കം മോശമായത്, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം, അസ്വസ്ഥത, മന്ദത, അല്ലെങ്കിൽ വയറിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെയും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ശരീരം സംസാരിക്കുന്ന ഭാഷ നമുക്ക് പരിചിതമല്ല. ശരീരം ഓരോരോ ലക്ഷണങ്ങളിലൂടെയാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ക്ഷീണം, ചിലതരം ആസക്തികൾ, ഭക്ഷണ സാധനങ്ങളോടുള്ള അമിതമായ ക്രേവിങ്സ്, നമ്മുടെ മാനസികാവസ്ഥ, ചർമ്മത്തിന്റെ അവസ്ഥകൾ, നമ്മൾ ഉറങ്ങുന്ന രീതി എന്നിവയിലൂടെയാണ് ശരീരം പലപ്പോഴും ആശയവിനിമയം നടത്താറുള്ളത്. സത്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്: നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങളും വെറും ഊർജം നൽകുന്ന ഇന്ധനം മാത്രമല്ല. ഈ ഭക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ വളരണം, എങ്ങനെ സുഖമായിരിക്കണം എന്നുള്ള വിവരങ്ങളെല്ലാം കൈമാറുന്നത്. അമിതമായി മധുരമുള്ളതും പ്രോസസ്ഡ് ഫാറ്റും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ ആസക്തിയെ, അതായത് ക്രേവിങ്സിനെ ശമിപ്പിച്ചേക്കാം. പക്ഷേ അത് ക്ഷീണം, ഏകാഗ്രതക്കുറവ്, ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്നുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. മറുവശത്ത് പച്ചക്കറികൾ, ഫൈബർ, പ്രോട്ടീൻ, നല്ല കൊഴുപ്പുകൾ എന്നിവ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ മാനസിക നില സ്ഥിരപ്പെടുത്തുവാനും ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും നമ്മുടെ ഉറക്കം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. മോഡേൺ ലൈഫ് ഈ അറിവുകളിൽ നിന്നൊക്കെ നമ്മെ പലപ്പോഴും അകറ്റി നിർത്താറുണ്ട്. പലപ്പോഴും നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് ട്രെൻഡുകൾ, പരസ്യങ്ങൾ, സോഷ്യൽ മീഡിയ റീലുകൾ അല്ലെങ്കിൽ ഒരു ഡയറ്റ് മാഗസിനിൽ നിന്നും വായിക്കുന്ന കാര്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ്. നമ്മുടെ ശരീരം പ്രതികരണമായി അയക്കുന്ന സിഗ്നലുകളെയൊക്കെയും അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെയും ചെയ്യുന്നതെന്ന് ഓർക്കണം. അവസാനം ഇതിന്റെയൊക്കെ ഫലം എന്താണ്? സോഷ്യൽ മീഡിയയിൽ കണ്ടതും മറ്റുള്ളവർ നിർദ്ദേശിച്ചതുമായ ഡയറ്റുകൾ പലതും പരീക്ഷിച്ച് അതിന്റെ റിസൾട്ടുകൾ ഒന്നും ലഭിക്കാതെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആശയക്കുഴപ്പത്തിലായ അമിതമായി ഭക്ഷണം കഴിക്കുന്ന പോഷകാഹാരക്കുറവുള്ള ഒരു ജനത നമ്മുടെ മുന്നിൽ വളർന്നു വരും. ജീവിത തിരക്കുകൾക്കിടയിൽ ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നുള്ള മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനായി നമുക്ക് നമ്മുടെ വേഗത ഒന്ന് കുറച്ചാലോ? അതിനായി ദിവസേന നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾ മുന്നിലെത്തുമ്പോൾ ഇതിപ്പോൾ എനിക്ക് കഴിക്കേണ്ടതുണ്ടോ? ഈ ഫുഡ് തന്നെയാണോ ഞാനിപ്പോൾ കഴിക്കേണ്ടത്? ഈ ഫുഡ് കഴിച്ചാൽ എനിക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ദിവസേന ചോദിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കാലക്രമേണ നമ്മൾ കഴിക്കുന്ന ഫുഡുകളുടെ പാറ്റേണുകൾ ശ്രദ്ധിച്ചു തുടങ്ങും. ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മളെ ഊർജ്ജസ്വലരാക്കുന്നതെന്നും ഏതൊക്കെയാണ് നമ്മളെ ക്ഷീണിതരാക്കുന്നതെന്നും നമ്മൾ പഠിക്കും.
നമ്മുടെ ശരീരത്തെ വിശ്വസിക്കാൻ നമ്മൾ പഠിക്കും. ആരോഗ്യമുള്ള ഒരു ശരീരം വീണ്ടെടുക്കുന്നതിന് വേണ്ടി കഠിനമായ ഭക്ഷണക്രമങ്ങളോ കർശനമായ നിയമങ്ങളോ പാലിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഇതിനെയൊക്കെ കുറിച്ചുള്ള അറിവും അവബോധവും വളർത്തുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതവും ആരോഗ്യവും ഒരുപോലെ മെച്ചപ്പെടുന്നു. ശ്രദ്ധയോടെ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ ശരീരം നമ്മുടെ ശത്രുവാകുന്നതിന് പകരം നല്ല മികച്ച ഒരു വഴികാട്ടിയാകുന്നു.